റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ്. 5 ചോദ്യങ്ങളുണ്ട്. ഈ 5 ചോദ്യങ്ങൾക്ക് യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി കൃത്യമായ ഉത്തരങ്ങൾ ഓരോ ചോദ്യങ്ങൾക്കും നേരെടുത്ത് എഴുതാനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് മുഅ്ജിസത്തുകൾ, ശിക്ഷ, മരണാനന്തരവും, സ്വർഗം, മാജിക്, ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കി നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അള്ളാഹു നൽകും. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്താണ് നൽകുക? സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്താം. ഇതാണ് സ്വർഗം. ഒന്നാമത്തേൻ്റെ ഉത്തരം സ്വർഗം. രണ്ടാമത്തെ ചോദ്യം എന്താ? അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അള്ളാഹു നൽകും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അള്ളാഹു എന്താണ് നൽകുക? ഇതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തത് എന്താ നൽകുക? ശിക്ഷയാണ് നൽകുക, ശിക്ഷ. ഇനി മൂന്നാമത്തെ ചോദ്യം, പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും. പഠിച്ച ആളുകൾക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ മുകളിലുണ്ട്. ഏതാണത്? ഇതാണ് അവസാനത്തെ ഓപ്ഷനാണ്. മൂന്നാമത്തേൻ്റെ ഉത്തരം മാജിക്കാണ്, മാജിക്. ഇനി അടുത്ത് നോക്കൂ. 4, അംബിയാ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇത് പഠിച്ചവർക്കൊന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അതെന്താണ്? അത് ഒന്നാമത്തെ ഓപ്ഷൻ. അതിൻ്റെ ഉത്തരം മുഅ്ജിസത്തുകളാണ്. മുഅ്ജിസത്തുകൾ അത് പഠിച്ചാൽ കഴിയില്ല. അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകൾക്ക് മാത്രമേ അത് പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ, മുഅ്ജിസത്തുകൾ. ഇനി 5 എന്താ? പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ നിലനിൽക്കുന്നതാണ്. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ നിലനിൽക്കും. മരണാനന്തരവും നിലനിൽക്കുന്നതാണെന്നൊരു പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചില്ലേ? ഇതാണ് 5ൻ്റെ ഉത്തരം. മരണാനന്തരവും നിലനിൽക്കും. രണ്ടാമത്തെ ആക്ടിവിറ്റി, ഒരു മുഅ്ജിസത്ത് വീതം എഴുതാം. ഇവിടെ 4 പ്രവാചകന്മാരെ പേര് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഓരോ മുഅ്ജിസത്തുകൾ എഴുതാനാണ്. ഒന്നാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് നമ്മൾ പഠിച്ചില്ലേ? ശത്രുക്കൾ ഇബ്രാഹിം നബിനെ ജീവനോടെ കത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ധാരാളം വിറകുകളൊക്കെ ശേഖരിച്ചു. വിറകുകൾ കത്താൻ തുടങ്ങി. ഇബ്രാഹിം നബിനെ ആ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് അവർ എറിഞ്ഞു. ഒരു പോറലും ഏൽക്കാതെ അഗ്നിജ്വാലകൾക്കിടയിലൂടെ പുഞ്ചിരി തൂകിക്കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് നടന്നു വന്നു. അപ്പോൾ ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്ത്. നമുക്കൊന്ന് ചുരുക്കി എഴുതാം. തീയിൽ നിന്ന് ഒരു പോറലും ഏൽക്കാതെ പുറത്തു വന്നത്. അങ്ങനെ എഴുതിയാൽ മതി. രണ്ടാമത്തത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്താണ്. ആ പാഠത്തിൽ തന്നെ, അഥവാ മൂന്നാമത്തെ മുഅ്ജിസത്ത് എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൽ തന്നെയാണ്. മൂസാ നബിൻ്റെ മുഅ്ജിസത്ത് എന്താണ്? കൈവശം ഒരു വടി ഉണ്ടായിരുന്നു അല്ലേ? അത് താഴെയിട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറും. കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും. എന്ത് ചെയ്താം? അങ്ങനെ കയ്യിലുണ്ടായിരുന്ന വടി. ഈ വടിയെന്ന് മാത്രം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഈ മൂന്നാമത്തത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്താണ്. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്ത് ഏതാ നമ്മൾ പറയുന്നത്? മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ നമുക്ക് എഴുതാം, മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു. നാലാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ ഒരു മുഅ്ജിസത്ത്. ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ? പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അപ്പോൾ അതന്നെ നമുക്ക് എഴുതാലോ? പരിശുദ്ധ ഖുർആൻ എന്ന് എഴുതിയാൽ മതി. പരിശുദ്ധ ഖുർആൻ.
ഇനിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എന്തൊക്കെ? ഇസ്രാ മിഅ്റാജ്, അതേപോലെ തന്നെ ഇസ്രാ മിഅ്റാജ് യാത്രകൾ, ചന്ദ്രൻ പിളർന്ന സംഭവം, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായി വന്നപ്പോൾ നബി തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ മുതലായവ നബി തങ്ങളോട് സംസാരിച്ചത്. ഇങ്ങനെ കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. 4 ചോദ്യമുണ്ട്. അതിൽ ഒന്നാമത്തത് തൗഹീദ് എന്നാൽ എന്ത് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. തൗഹീദ് എന്നാൽ എന്ത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും, ഈ 3 കാര്യങ്ങൾ പ്രധാനമാണ്. അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹു ദാത്തിലും സിഫാത്തിലും ഏകനാണ്, ഈ വിശ്വാസത്തിന്. അത്ര എഴുതിയാൽ മതി. ഇനി 2 ഷിർക്ക്. എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ? അല്ലാഹു അല്ലാതെ, പുസ്തകത്തിൽ അവനല്ലാതെ എന്നായിരിക്കും, നമ്മളത് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന അർഹനായി, അഥവാ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം, അല്ലേ? മറ്റൊരാളുണ്ടെന്ന വിശ്വാസത്തിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിന് 2 എഴുതാം. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസത്തിന്. ഇനി മൂന്നാമത്തത് എന്താണ്? ഇബാദത്ത് എന്നാൽ എന്താണ് എന്ന് കൊടുക്കുക. എന്താണ്? അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. പരമാവധി താഴ്മ ചെയ്യൽ, അങ്ങനെ എഴുതിയാലും മതി. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യൽ. ഇനി 4ാമത്തെ ചോദ്യം, കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ എന്തായിരുന്നു അത്? നമ്മൾ 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മത്തി യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലീലി അല്ലാഹുമ്മ ഷഫിഉഹു ഫിയ എന്നാണ്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 2 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് അംബിയാ മുർസലുകൾ ആരാകുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് എന്ന് എഴുതാം. ഒന്നും കൂടി പറയാൻ നോക്കിക്കോളൂ. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാർ. 2ാമത്തത് മുഅ്ജിസത്ത് എന്നാൽ എന്ത്? എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? അംബിയാ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകിയ അസാധാരണ സംഭവങ്ങൾ. ഒന്നും കൂടി പറയാം. അംബിയാ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകിയ അസാധാരണ സംഭവങ്ങൾ. അതുവരെ എഴുതണം. ഇനി 5ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന് ഉദാഹരണമായി 2 വരിയിൽ കുറയാതെ എഴുതാം. നമ്മൾ ആ 1ാമത്തെ പാഠത്തിൽ ആദ്യ ഭാഗത്തൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നിങ്ങനെ എഴുതാം. ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിനൊരു ഉദാഹരണമാണ്, അല്ലേ? ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും. പിന്നെ മറ്റൊന്നിങ്ങനെ എഴുതാം. കോടാനക്കോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ എഴുതാം. ആകാശ ലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി 6ാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം. ആശയം എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാനാണ്. അതിൽ 2 ചോദ്യമുള്ളത്. ഒന്ന്, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എന്താണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹിൻ്റെ അർത്ഥം? ആശയം എന്താണ്? അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു,
അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തത് വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. എന്താണ് അതിൻ്റെ ആശയം? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആശയം. ഇനി 7ാമത്തെ ആക്ടിവിറ്റി അർത്ഥമെഴുതാം. ഒരു 5 വാക്കുകളുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്. ഷിർക്ക്. എന്താണ് ഷിർക്കിൻ്റെ അർത്ഥം? ബഹുദൈവ വിശ്വാസം. ബഹുദൈവ വിശ്വാസം, അതാണ് ഷിർക്കിൻ്റെ അർത്ഥം. പിന്നെ രണ്ടാമത്തത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്നാണ് അർത്ഥം. ആരാധന. പിന്നെ തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. തൗഹീദും ഷിർക്കും എന്താണ്? ഓപ്പോസിറ്റാണ്. തൗഹീദ് ഏകദൈവ വിശ്വാസം, ഷിർക്ക് ബഹുദൈവ വിശ്വാസം. സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ. സിഫാത്ത് വിശേഷണങ്ങൾ. അഫ്ആല് 5ാമത്തത് അഫ്ആലാണ്. അത് പ്രവർത്തനങ്ങൾ. സിഫാത്ത് വിശേഷണങ്ങൾ, അഫ്ആല് പ്രവർത്തനങ്ങൾ. അഫ്ആല് പ്രവർത്തനങ്ങൾ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ, അതേപോലെ ആൻസർ കീ, ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.